ഒരേ വേഷമായും ഒരേ ചലനമായും ഒത്തുകൂടുന്നത് 10,000-ൽ പരം ആളുകളാണ്. ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണോ? മലബാർ പിടിച്ചെടുക്കാനാണോ പോപ്പുലർ ഫ്രണ്ട് ശ്രമിക്കുന്നത്? മെക് 7-നെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് രംഗത്ത് വരുന്നത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ തന്നെ ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗൂഢലക്ഷ്യമാണ് എന്ന് ആരോപിക്കുന്നു. എന്താണ് മെക് 7? ഇത് വലിയ അപകടകാരിയായിട്ടുള്ളൊരു സംഗതിയാണോ? തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയം നമ്മൾ മുമ്പൊരിക്കൽ സംസാരിച്ചതാണ്. നമുക്കതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മെക് 7 എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആണ്, ഒരു വ്യായാമ പരിപാടിയാണ്, വ്യായാമ മുറയാണ്. മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. അതെ, MEC മെക്. അതിൽ 7 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞതാണ്. നമ്മുടെ ആ വീഡിയോ വലിയ രീതിയിൽ അത് പ്രചാരത്തിൽ പോവുകയും അതിന് വലിയ രീതിയിൽ അതിനെക്കുറിച്ച് കമൻറ്റുകളൊക്കെ വരികയും ആശങ്കകൾ വരികയും ഒക്കെ ചെയ്തു ആൾക്കാർ. കാരണം പോപ്പുലർ ഫ്രണ്ട് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയാണ്, ഒരു ഭീകര സ്വഭാവമുള്ള തീവ്രവാദ നിലപാടുകളുള്ള സംഘടനയാണ് എന്ന് കണ്ടെത്തിയിട്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ നിരോധിച്ചിരിക്കുന്നത്. അതിൻ്റെ മുൻനിര നേതാക്കളെല്ലാം ജയിലിലാണ്. ചിലർ തിഹാർ ജയിലിലുണ്ട്, ചിലരല്ലാതെ ഉള്ള മറ്റു ജയിലുകളിൽ കഴിയുന്നു. അപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുകയാണ്. രാജ്യദ്രോഹ പല നേതാക്കൾ. അതെ, NIA-യുടെ നിരീക്ഷണത്തിലാണ് 2ാം നിര 3ാം നിര നേതാക്കളെല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കയുള്ള ഒരു സാഹചര്യത്തിൽ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇവർക്കെതിരെ ശക്തമായ കടുത്ത ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറഞ്ഞത്. വന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചു സമൂഹത്തിൽ. അത് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഇപ്പോൾ പി മോഹനൻ മാത്രമല്ല, മുസ്ലിം സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. സമസ്ത AP വിഭാഗം. അതെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ യുവജന വിഭാഗം സമസ്തയുടെ അവർ പറയുന്നത് ഇതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നാണ് പൊതുവെ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ സമസ്ത അവരും ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്, CPM രംഗത്ത് വരുന്നുണ്ട്. ആശ്ചര്യകരമായ ഒരു കാര്യം ഇതിൽ മുസ്ലിം ലീഗ് മിണ്ടുന്നില്ല എന്നുള്ളത്. ഇത് SYSന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് അലി കിനാലൂർ അദ്ദേഹം പറയുന്നത് ഈ കൂട്ടായ്മയുടെ സാമുദായിക താല്പര്യം വളരെ അധികം സംശയാസ്പദമാണെന്നാണ് അദ്ദേഹവും രംഗത്ത് വരുന്നത്. തീർച്ചയായിട്ടും മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഇത് ആശങ്ക സൃഷ്ടിക്കുന്നു എങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. തീർച്ചയായിട്ടും അവരുടെ ഇവരൊക്കെ പ്രത്യേകിച്ചും ഒരു ആത്മീയ സ്വഭാവമുള്ള സംഘടനകൾ കൂടിയാണ്, പുരോഹിതന്മാരുടെ കൂട്ടായ്മകളാണ്. അപ്പോൾ അവരങ്ങനെ ഒരു ആശങ്ക പങ്കുവെക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അസ്ഥാനത്തല്ല, അത് ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഈ മെക് 7-നെ കുറിച്ച് ചോദിച്ചല്ലോ, ഞാൻ മെക് 7-നെ കുറിച്ച് പറയാം. ഈ മെക് 7-ന്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് പെരിങ്കടക്കാട്, കൊണ്ടോട്ടിക്കടുത്ത് പെരിങ്കടക്കാട് സ്വലാഹുദ്ദീൻ എന്നൊരു വിമുക്ത ഭടനാണ്. അദ്ദേഹം 20 വർഷം മുമ്പ് സൈന്യത്തിൽ അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ആവിഷ്കരിച്ചൊരു വ്യായാമ മുറയാണ്, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആണ് ഈ മെക് 7. ഞാനൊരു കാര്യം പറയാം. അതിൽ 7 ഇനങ്ങളാണ് ഈ മെക് 7. തീർച്ചയായിട്ടും. അതായത് 21 വ്യായാമ മുറകളിലെ 7 വിഭാഗങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് എയറോബിക്, ലളിത വ്യായാമം, യോഗ, ആഴത്തിലുള്ള ശ്വസനം, അക്യുപ്രഷർ, ധ്യാനം, ഫേസ് മസാജ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇങ്ങനെ 7 എണ്ണമാണ്. ആ 7 എണ്ണം ചേർത്ത് 21 വ്യായാമ മുറകളായിട്ട് അതിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് 21 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു വ്യായാമ പരിപാടിയാണ്, ഒരു എക്സസൈസ് ആണിത്. സൈനിക സേവനത്തിനിടെ പഠിച്ച കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ സ്വലാഹുദ്ദീൻ ഇതിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു സെന്റർ തുടങ്ങി 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം അടുത്ത സെന്റർ തുടങ്ങുന്നത്. ഇന്ന് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 121 കേന്ദ്രങ്ങളാണ് ഇതിനുള്ളത്. തീർച്ചയായിട്ടും 121 കേന്ദ്രങ്ങളിലായി ലോകമെങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ഒരു വ്യായാമ മുറയാണ്, വ്യായാമ പദ്ധതിയാണ് മെക് 7. മെക് 7-നെ കുറിച്ച്, ആ വ്യായാമത്തെക്കുറിച്ച് നമുക്കൊന്നും ആക്ഷേപമൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇതിനെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇതിനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു ആൾക്കാരെ കൂട്ടാൻ,
ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇവരുടെ പ്രവർത്തകരെ, അതായത് നിരോധിക്കപ്പെട്ടത് കാരണം പോപ്പുലർ ഫ്രണ്ടിന് പകൽ വെളിച്ചത്തിൽ വന്ന് നേരിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. അവർക്ക് മറ്റെന്തെങ്കിലും മറ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരു മറയാക്കി പോപ്പുലർ ഫ്രണ്ട് ആളെ കൂട്ടുന്നു, സംഘടിപ്പിക്കുന്നു, കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ മുസ്ലിം മതപണ്ഡിതന്മാരുൾപ്പെടെ പങ്കുവയ്ക്കുന്ന ആശങ്ക. ഈ കേന്ദ്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 63 കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഇത് പോരാഞ്ഞതിന് മറ്റ് വിവിധ രാജ്യങ്ങൾ, അതായത് ജിദ്ദ, ദുബായ്, ഷാർജ, ബ്രൂണെ തുടങ്ങിയ മറ്റ് പല വിദേശ നാടുകളിലും ഇതുണ്ട്. US ഇതിനോടകം തന്നെ ആരംഭിക്കാനായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണെന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിലേക്ക് 2012 ജൂലൈയിലാണ് ഈ കൊണ്ടോട്ടി തുറക്കൽ സ്കൂൾ മൈതാനത്താണ് ഈ വിമുക്ത ഭടൻ ആദ്യമായിട്ട് ഇത് ആരംഭിക്കുന്നത്. പിന്നീടാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷങ്ങൾക്ക് ശേഷം 2022 ജൂലൈയിൽ രണ്ടാമതൊരു കേന്ദ്രം കേരളത്തിൽ ആരംഭിക്കുന്നത്. ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം 26 കേന്ദ്രങ്ങളുണ്ട്. വനിതകൾക്കായിട്ട് 21 യൂണിറ്റുകൾ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. പറഞ്ഞതുപോലെ ജിദ്ദ, ദുബായ്, ഷാർജ, ബ്രൂണെ തുടങ്ങിയ വിദേശ നാടുകളിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്, ഒന്നിനും ഫീസ് വാങ്ങുന്നില്ല. ഇത് ഒരു കൃത്യമായിട്ട് ഒരേ യൂണിഫോം, ഒരേ ചലനം, ഒരേ പദ്ധതി, ഇങ്ങനെയാണ് അത് പോകുന്നത്. ഇതിൻ്റെ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ടൊരു UK മുഹമ്മദ് ഷാ, അതുപോലെ അറക്കൽ ബാവ എന്നിവരും ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, ഈ സ്വലാഹുദ്ദീനെ കൂടാതെ. ഈ സാഹചര്യത്തിലാണ് P. മോഹനൻ ഇങ്ങനെ ഒരു കടുത്ത ആരോപണവുമായിട്ട് ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് രംഗത്ത് വരുന്നത്. അതായത് അന്ന് തന്നെ ഇത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നിൽ ഈ പോപ്പുലർ, ഇതിൽ പ്രധാനപ്പെട്ട ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞത്, ഇതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ മത തീവ്രവാദ ശക്തികളാണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിക്കുന്നതിൽ വല്ല വസ്തുതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കാനുള്ള കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇത് 93-ലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പൂർവ്വരൂപമായ NDF കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാബറി മസ്ജിദ് ആ ഇഷ്യൂ അറിയാലോ, അതിനുശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അവരവിടെ നാദാപുരത്ത്, ഇത് ശരിക്കും ഈ 87-ലെ EK നയനാർ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കോഴിക്കോടിൻ്റെ വടക്കൻ പ്രദേശത്തും കണ്ണൂരിൻ്റെ തെക്കൻ പ്രദേശത്തും വലിയ രീതിയിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ, CPM മുസ്ലിം ലീഗ് സംഘർഷങ്ങൾ നടന്നിരുന്നു. ആ സംഘർഷങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ പരിക്കുണ്ടായി. അവരുടെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ ആക്രമിക്കപ്പെട്ടു, ഒരുപാട് വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു, സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു എന്നൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ CPM. ഇത് 91 കഴിഞ്ഞപ്പോൾ, 91-ൽ സർക്കാർ മാറി കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു. 4 വർഷമേ നയനാർ സർക്കാർ ഇരുന്നുള്ളൂ. ആ UDF സർക്കാർ വന്നതിന് ശേഷം 93-ലാണ് നാദാപുരം കേന്ദ്രീകരിച്ച് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ NDF എന്ന ചുരുക്കെഴുത്തിൽ ഈ പ്രവർത്തനം CPM-നെതിരെ ഇവർ ആരംഭിക്കുന്നത്. ആ കാലത്ത് തന്നെ ഇവർ സംഘടിതമായിട്ട് പരിശീലനം നേടി അരേക്കണ്ടി ബിനു എന്നൊരു DYFI പ്രവർത്തകനെ കൊലപ്പെടുത്തി. അയാൾ ഒരു സ്ത്രീയെ, ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിൽ പോയി, പിന്നീട് ജാമ്യത്തിലിറങ്ങി. ഈ ജാമ്യത്തിലിറങ്ങിയ ആളിനെയാണ് ഇവർ പൊതു റോഡിൽ വെച്ച്, നടു റോഡിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നത്. ഇത് അറിഞ്ഞിട്ട് ഇയാളുടെ അമ്മയ്ക്ക് മാനസിക നില തെറ്റി. അവർ ഇങ്ങനെ മകനെ അന്വേഷിച്ച് നാട് നീളെ അലയാൻ തുടങ്ങി. ഇതൊരു ദിവസം ഈ സ്ത്രീ, ഇയാൾക്കെതിരെ പരാതി കൊടുത്ത മുസ്ലിം സ്ത്രീ കാണുകയും അവർക്ക് വലിയ വിഷമം ഉണ്ടാകുകയും ചെയ്തു. അവർ പത്രസമ്മേളനം നടത്തി പരസ്യമായിട്ട് പറഞ്ഞു, ഇത് ഒരു തെറ്റും ഈ ചെറുപ്പക്കാരൻ ചെയ്തിട്ടില്ല, ഇത് വ്യാജമായിരുന്നു, വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞു. അന്നാണ് പോലീസിനും മറ്റുള്ളവർക്കും NDF എന്ന സംഘടനയുടെ ഭീകരത മനസ്സിലായി തുടങ്ങുന്നത്. തുടർന്ന് അത് ഏറെ വർഷങ്ങൾ പ്രവർത്തിച്ചു. നിരവധി CPM-കാരും RSS-കാരും ഒക്കെ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരെല്ലാം മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ആൾക്കാരായിരുന്നു, മുസ്ലിം മതത്തിൽപ്പെടാത്ത ആൾക്കാരായിരുന്നു. മുസ്ലിം മതത്തിൽപ്പെട്ട ചില ആൾക്കാരെയും അവർ കൊല്ലാൻ തുടങ്ങി. അത് പിന്നീടാണ് CPM-ൽ പ്രവർത്തിച്ചിരുന്ന, കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന, ഇവരെ എതിർക്കുന്ന ആൾക്കാരെ ഈ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പിന്നീട് അങ്ങോട്ട് കൊല്ലാൻ തുടങ്ങി. തുടക്കത്തിൽ DYFI-യെയും RSS-നെയും ആണ് അവർ ടാർഗറ്റ് ചെയ്തതെങ്കിൽ പിന്നീട് അതിൻ്റെ സ്വഭാവം മാറി വന്നു. അതെല്ലാം കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ RSS-ഉമായിട്ട് നേരിട്ട് അവർ ഏറ്റുമുട്ടാൻ തുടങ്ങിയത് കേരളത്തിൽ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഹിന്ദു സംഘടനകൾക്കെതിരെ വലിയ പോർവിളിയുമായിട്ട് അവർ രംഗത്ത് വന്നു. പിന്നീട് അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം.
അവർ നിരോധിക്കപ്പെട്ടു. ഈ നിരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പുതിയ രൂപത്തിൽ വരാനുള്ള ശ്രമം നടക്കുന്നത് എന്ന് പി മോഹനനാണ് പറയുന്നത്, നമ്മളല്ല പറയുന്നത്. പി മോഹനൻ മാസ്റ്റർ പറയുന്നു. അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഈ വിഷയം പത്രസമ്മേളനം നടത്തി ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇവർ ഈ ചെയ്യുന്ന രാവിലെയാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ എക്സസൈസുകളുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ്, പല രീതിയിലും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് RSSൻ്റെ ഒരു ചിത്രമാണ്. കാരണം ഇവർ എവിടെയെങ്കിലും RSSനെ ഇതിൽ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉടലെടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഏരിയൽ വ്യൂവും ആകാശത്ത് നിന്നുള്ള ദൃശ്യങ്ങളും അല്ലാത്ത ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ചിട്ടയും ഒരു വലിയ ഗ്രൗണ്ടിലാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ളൊരു RSSനെ ഏതെങ്കിലും രീതി RSSനെ മാതൃകയാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉടനെ. അല്ല, ഇത് RSSൻ്റെ ശാഖ നടക്കുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് നേരിട്ട് കാണാം. ഇതെല്ലാം പൊതു ഇടങ്ങളിലാണ് നടക്കുന്നത്, രഹസ്യമായിട്ടല്ല നടക്കുന്നത്. അവിടെ നടക്കുന്ന ഈ യോഗാഭ്യാസം, അതെ, യോഗാഭ്യാസം പോലെയുള്ള അവരുടെ ചിട്ടയായ ചില പ്രവർത്തനങ്ങളുണ്ട്, വ്യായാമങ്ങളുണ്ട്. അതിന് ചില പേരുകൾ, സാങ്കേതികമായി ചില പേരുകളും ഒക്കെയുണ്ട്. അതെല്ലാം നടക്കുന്നത് ചില ആൾക്കാർ ഇങ്ങനെ അതേപടി പഠിച്ച് RSSനെ പഠിച്ച് അതുപോലെ തങ്ങളുടെ പ്രവർത്തനത്തിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ NDFനെ കുറിച്ച് തന്നെ അങ്ങനെ ഒരു ആക്ഷേപം മുൻപ് കേട്ടിരുന്നു. അവരുടെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ RSSന്റെ പ്രവർത്തന ശൈലി പഠിച്ചിട്ട് അതുപോലൊരു സിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. അത് ഇവിടെയും അത് നമുക്ക് സംശയിക്കാം. RSS 100 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവർക്ക് കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. അതിലേക്ക് വരുന്നവരും അതിൽ നിലനിൽക്കുന്നവരും അതിൽ ഭാരവാഹികളാകുന്നവരും ഒക്കെ ആയിട്ട് അതിനൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് അത് പ്രവർത്തിച്ചു പോവുകയാണ്. അതുപോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി പ്രവർത്തിക്കാനാണ് ഇവരും ശ്രമിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടും അത് കുറേയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അവർ നിരോധിക്കപ്പെട്ടതോടുകൂടി അവർക്ക് പൊതുവേദിയിൽ പകൽ വെളിച്ചത്തിൽ പ്രവർത്തിക്കാൻ പറ്റാതെയായി. അത് ഇപ്പോൾ അത് മറികടക്കാൻ വേണ്ടി, ആ നിരോധനം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മോഹനൻ മാസ്റ്ററും ഇവരും നമ്മുടെ മുസ്ലിം മതപണ്ഡിതന്മാരും ആത്മീയ നേതാക്കളും പങ്കുവെക്കുന്ന ആശങ്ക അസ്ഥാനത്തല്ല. അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. അവർ വളരെ ആഴത്തിൽ തന്നെ ഇത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്നാണ്. ഇവർ തെറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, കുഴപ്പക്കാരല്ലെങ്കിൽ അവരവരുടെ വ്യായാമ മുറയുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. അതിൽ സ്വലാഹിദ്ദീനോ, അദ്ദേഹം ഒരു വിമുക്ത ഭടനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ വളരെയധികം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ MEC7 പിന്തുടരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനെതിരെ ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പി മോഹനൻ, CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റ് സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. എന്തായാലും BJP ഈ കാര്യത്തിൽ ഇതുവരെ യാതൊരു നിലപാടും അഭിപ്രായവും അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഈ MEC7മായി ബന്ധപ്പെട്ടിട്ട് വരും ദിവസങ്ങളിൽ വരുന്ന വിവാദങ്ങളും ചർച്ചകളും എന്താണെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. ശരി.